ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യുമ്പോൾ പടത്തിൻ്റെ പേര് കണ്ണപ്പ. പടത്തിൽ അഭിനയം ചെയ്യുന്നത് കൃഷ്ണമഞ്ചു, യതി മുകുന്ദൻ, ശരത് കുമാർ, മുകേഷ് ഋഷി, മോഹൻ ബാബു, ബ്രഹ്മാജി, ദേവരാജ്, മധുബാല, ലാലട്ടൻ, പ്രഭാസ്, അക്ഷയകുമാർ, കാജൽ അഗർവാൾ, ബ്രഹ്മാനന്ദം, അർപ്പിത് രംക, സപ്തഗിരി എന്നിവരാണ്. ഓക്കെ, പടത്തിൻ്റെ ഡയറക്ടർ മുകേഷ് കുമാർ സിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ്. മ്യൂസിക് ബൈ സ്റ്റീഫൻ ദേവസി. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ ഷെൽഡൻ ചാവു, എഡിറ്റഡ് ബൈ ആൻ്റണി ഗോൺസാൽവസ്, ആർട്ട് ഡയറക്ടർ ചിഞ്ഞ. ഇത്രയാണ് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എനിക്കറിയാവുന്ന കാര്യം. പിന്നെ പറയാൻ പറഞ്ഞത് പ്രൊഡ്യൂസ്ഡ് ബൈ മോഹൻ ബാബു. ഇത്രയാണ് എനിക്കറിയാവുന്ന കാര്യം. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ ആവറേജ് ഫിലിം. ഇതിൽ പോസിറ്റീവ്സ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയകുമാർ, കൃഷ്ണമഞ്ചു, മോഹൻ ബാബു, പ്രീതി മുകുന്ദൻ ഇവരൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർക്ക് പറ്റുന്ന റോളെന്നാണ് അവർ ചെയ്ത് ചെയ്യുന്നത്. പിന്നെ പടത്തിൻ്റെ മേക്കിംഗ് ഒരു സീരിയൽ ടൈപ്പാണ്. ഒരു കൈലാസനാഥനൊക്കെ എന്നൊരു സീരിയലുണ്ട്, അത് മാതിരി. എന്നാലും ശിവനെ കാണിക്കുന്ന സമയത്ത് ഉള്ള മേക്കിങ്, അപ്പോൾ ദാറ്റ് വാസ് ഗുഡ്. മേക്കിംഗ് വാസ് സിനിമയിൽ അത്യാവശ്യം സീരിയൽ ടൈപ്പ് മേക്കിംഗ് ആണെങ്കിലും അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് വെച്ച് നോക്കുമ്പോൾ ഈ വില്ലൻസിനെ കാണിക്കുന്ന സമയത്തുള്ള വിഷ്വൽസും, പിന്നെ മറ്റേ പുലിയെ കാട്ടുന്നതും, പിന്നെ മറ്റേ എട്ടുകാലിയെ VFX ചെയ്യണത് ഒന്ന് മാറ്റായിരുന്നു. ബാക്കിയെല്ലാം കുഴപ്പമില്ല. പിന്നെ വാർ വിഷ്വൽസും അത്യാവശ്യം ഒന്ന് കുറച്ചുകൂടി നല്ല വില്ലൻസുമായിട്ടുള്ള സെക്വൻസസിൻ്റെ വിഷ്വൽസ് കുറച്ചുകൂടി മെനയൊക്കെയായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് വൈസ് നോക്കുമ്പോൾ ആദ്യം ഒരു പാട്ട് വന്ന് സിനിമ സ്റ്റാർട്ടിങ്ങിൽ വന്ന് അതിനാവശ്യമുണ്ടോ എന്ന് സംശയം തോന്നി. കുറച്ചും കൂടി നല്ലൊരു പാട്ട് വയ്ക്കാമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ബാക്കി എല്ലാ പാട്ടും ഓക്കെയാണ്. പിന്നെ ബീജം വൈസ് നോക്കുമ്പോൾ അക്ഷയകുമാർ കാട്ടുന്ന സമയത്തുള്ള ബീജമാണെങ്കിലും, ലാലേട്ടനാണ് ബീജമാണെങ്കിലും, പ്രഭാസിനെ കാണിക്കുന്ന ബീജമാണെങ്കിലും അതൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ മോഹൻ ബാബുവിനെ കാണിക്കുന്ന സമയത്തുള്ള വീഡിയോ അത്യാവശ്യം നൈസാണ്. പിന്നെ മോഹൻ ബാബുവിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ, ഞാൻ മുമ്പ് 2 പടം കണ്ടിരിക്കുകയാണ്. ആ 2 പടം പൊളിയാണ്. അതുകൊണ്ട് ഇവരോട് പറയാനില്ല. പിന്നെ അങ്ങേര് ഇപ്പോഴും അങ്ങേര് ഇത്ര നാളും കോമഡി ബേസ് പടങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങേർക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ തോന്നിയിട്ട്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ തോന്നിയില്ല, നല്ല സന്തോഷമുണ്ട്. പിന്നെ ദേവരാജിൻ്റെ ക്യാരക്ടറാണെങ്കിലും, മുകേഷ് ഋഷി ക്യാരക്ടറാണെങ്കിലും, ബ്രഹ്മാജിയുടെ ക്യാരക്ടറാണെങ്കിലും, പിന്നെ വില്ലൻസൊക്കെ ഇത്ര എനിക്കൊക്കെ ചെയ്യണം ഇല്ലത്തിലൊക്കെ അത്യാവശ്യം ഷോക്കാണ്. കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറെ ചെയ്യിപ്പിക്കുകയായിരുന്നു എനിക്ക് തോന്നി. കാരണം അർപ്പിത് രംഗയൊക്കെ മറ്റേ മഹാഭാരതത്തിൻ്റെ സീരിയലിൽ ദുര്യോധനേട്ടൻ അഭിനയിച്ച ആളാണ്. അങ്ങനെ ഇത്രയും കോമഡി ആണെന്ന് ഞാൻ ചെയ്തിട്ട് അങ്ങനെയാണ് വില്ലെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് കോമഡി ആയിപ്പോയി. അങ്ങേർക്ക് പകരം വേറെ ആർക്കെങ്കിലും വില്ലൻ ക്യാരക്ടർ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. വില്ലൻസൊക്കെ അത്യാവശ്യം ശോകം പിടിച്ച വില്ലൻസാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ശരത് കുമാറിൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ആ ക്യാരക്ടർ നല്ലതാട്ടോ. അതൊരു ഹൈലി പോസിറ്റീവാണ്. ഞാൻ പറയാൻ മറന്നാണ്, സോറി. പിന്നെ ആർട്ട് ഡയറക്ടിങ് ഫസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നൈസായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഇൻട്രോട്ടുള്ള സീക്വൻസസൊക്കെ ലാലേട്ടനെ കാണിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട്
ആ പടത്തിൻ്റെ മീൻസ് ലാലേട്ടനെ കാണിച്ച പടം എപ്പോഴാണെങ്കിലും മീൻസ് അക്ഷയകുമാറെ കാണിച്ച സമയത്തൊക്കെയുള്ള ആർട്ട് റൈറ്റിംഗ് അത് സൂപ്പർബ്. പക്ഷെ അല്ലാത്ത സീക്വൻസസ് മീൻസ് ഞാൻ പറഞ്ഞല്ലോ ലാലേട്ടൻ്റെ സീൻസ് തൊട്ടും പിന്നെ ശിവൻ്റെ സീൻ അക്ഷയകുമാറിൻ്റെ സീൻസ് കാണി സമയത്ത് മാത്രമാണ് എനിക്ക് ആ ഡയറക്റ്റിങ്ങിനോട് നല്ല ബാക്കിയെല്ലാം ഡയറക്റ്റിങ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ സ്റ്റണ്ട് എനിക്ക് കൂടുതലായിട്ടും പിടിച്ചത് മറ്റേ സ്റ്റണ്ട്സ് വെച്ച് വയസ്സ് നോക്കുമ്പോൾ ആ സീക്വൻസിലൊക്കെ ഉള്ള സ്റ്റണ്ട്സ് ആണെങ്കിലും മറ്റേ ദേവരാജൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റ് ഉണ്ട്, മീൻസ് മറ്റേ നായികയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റ്. അത് മറ്റേ അത്യാവശ്യം ഒന്ന് ഇതാക്കായിരുന്നു, സ്റ്റണ്ടൊക്കെ ശരിയാക്കായിരുന്നു. മീൻസ് വില്ലൻ സ്റ്റണ്ടുള്ള ഇതൊക്കെ അത്യാവശ്യം സ്റ്റണ്ട് അത്യാവശ്യം ശോഭമാണ് ാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു, എനിക്കത് അത്യാവശ്യം പിടിച്ചിരുന്നു. പിന്നെ ടൈറ്റിൽ കാർഡ് ഇസ് സൂപ്പർ. അതൊരു വേറെ കാര്യം പറയാനുണ്ടായിരുന്നു, അതാണ് ഒരു കാര്യം പറയാനുള്ള ഇപ്പോഴത്തെ ബാക്കി എല്ലാതും വെച്ച് നോക്കുമ്പോൾ മീൻസ് ഇപ്പോൾ ആരുടെ ഇപ്പോൾ എനിക്ക് ഞാൻ വീണ്ടും പോസിറ്റീവ്സ് വന്നോട് പറയാണ്. വിഷ്ണു മഞ്ജു സൂപ്പർ, പ്രീതി മുകുന്ദൻ, ലാലേട്ടൻ, പ്രഭാസ്, അക്ഷയകുമാർ, മോഹൻ ബാബു, ശരത് കുമാർ ആദ്യത്തെ സോങ് ഒഴികെയുള്ള ബാക്കിയുള്ള സോങ്സ്. പിന്നെ ആർട്ട് ഡയറക്റ്റിംഗ് ലാലേട്ടനെ കാണിച്ചപ്പോൾ തൊട്ടുള്ളതും അക്ഷയകുമാറെ കാണിച്ച സീൻസിലുള്ള ആർട്ട് ഡയറക്റ്റിംഗ് സൂപ്പർ. പിന്നെ സിനിമാറ്റോഗ്രഫി ഈസ് അബവ് ആവറേജ്, അതാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ചില സീൻസിലെ സിനിമാറ്റോഗ്രഫീസ് കുറച്ച് ഷോക്കാണ്, മീൻസ് പുലിയെ കാണിച്ച സമയത്തുള്ളതും പിന്നെ മറ്റേ എട്ടുകാലി വിഫക്സ് ചെയ്തതൊക്കെ ആണെങ്കിലും അതൊക്കെ കുറച്ച് ഷോക്കായിരുന്നു, അത്യാവശ്യം ഷോക്കായിപ്പോയി. പിന്നെ എഡിറ്റിങ്, സിനിമയുടെ ആ ഡ്യൂറേഷൻ 3 മണിക്കൂർ 3 മിനിറ്റാണ്. അത്രയും നേരം മീൻസ് ഡ്യൂറേഷൻ കുറയ്ക്കായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത്. എന്തിനാണ് ശരിക്കും 3 മണിക്കൂറൊക്കെ സ്റ്റോറി വൈസും സ്ക്രീൻ പ്ലേ വൈസും അത്യാവശ്യം നൈസാണ്, പക്ഷെ അത്രയ്ക്കും വേണമായിരുന്നു, അതാണ് ചോദിക്കാനുള്ളത്. പക്ഷെ പിന്നെ വേറൊരു കാര്യം, ഈ സിനിമ എനിക്ക് ഒരു നല്ലൊരു ഡയറക്ടർ മീൻസ് ഇതൊരു നവകഥ ഡയറക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിതൊരു ആവറേജ് ഫിലിമായിട്ട് തോന്നിയത്. ഒരു വലിയൊരു ഡയറക്ടറെ വെച്ച് മീൻസ് ഇപ്പോൾ നാഗശ്വിനോ അല്ലെങ്കിൽ രാജമൗലിയോ ഇല്ലെങ്കിൽ വേറെ ഡയറക്ടർ ഉണ്ടായിരുന്നു, എൻ്റെ പേര് ഞാൻ മറന്നു ഗൈസ്. മണിരത്നം അവർ ആർക്കെങ്കിലും ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, വിഷ്ണു മഞ്ജു പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവർ ഈ പടം ഒരു ആവറേജ് പടത്തിൽ നിന്ന് ഒരു അടിപൊളി പടമാക്കി എടുത്താൽ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഡയറക്ടർ ഇങ്ങനത്തെ പടത്തിനെക്കുറിച്ച് വല്ല റിസർച്ച് ചെയ്തില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇതൊരു ആവറേജ് ആയിട്ടും ഫീൽ ചെയ്യണം. ആൻഡ് പിന്നെ ഇതിൻ്റെ പബ്ലിക് റിവ്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ കൂടുതൽ നെഗറ്റീവ് റിവ്യൂസാണ്. മീൻസ് കേരള, തമിഴ്നാട്, കർണാടക സൈഡ്, പിന്നെ തെലുങ്കാനയും എന്തുകൊണ്ടും മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്നില്ല, എനിക്ക് ഇതൊരു ആവറേജ് മാത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് ഒക്കെ കുറച്ച് നന്നാക്കി ചെയ്തിരുന്നെങ്കിൽ അത് പടമില്ല എനിക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും അത്യാവശ്യം ഇഷ്ടപ്പെട്ടേനെ. പക്ഷേ ഇവരത് ചെയ്തില്ല, അതാണ് എനിക്ക് ആവശ്യമായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ വേറെ ഒന്നുമില്ലേ. പിന്നെ ഈ പടം ഫാമിലിയോടാണ് കണ്ടത്, കണ്ടത് മാധവധുരയിൽ 2 ഞാൻ ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക.
എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ദിസ് പോലെയായിട്ടൊന്നും അല്ലാത്ത കാര്യമായിട്ട്. അപ്പോൾ ദാറ്റ് ബൈ ബൈ ഡെൽറ്റ വെസ്കസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ്. Subscribe my YouTube channel and follow my Instagram. Okay, bye. After that, maybe we'll discuss.